സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ വഴിയിൽ വരുന്ന അപകടത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാത്ത ഒരു പിതാവാണോ നിങ്ങൾ തന്നെ പറയുക. എൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിലും സഭയുടെ വിശ്വാസ പ്രമാണത്തിലും ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലും അധിഷ്ഠിതമാണ്. അതിനായിട്ട് ഉത്തരം ഈശോ ഫരിസേയരോട് പറഞ്ഞ നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക. തൻ്റെ അജഗണത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ വേണ്ടി അവിടുന്ന് ഓരോ പുരോഹിതരെയും ഈ ഭൂമിക്ക് വാഗ്ദാനം ചെയ്തു. തൻ്റെ അജഗണത്തിൻ്റെ ക്ലേശങ്ങളും സഹനങ്ങളും അത് പ്രാർത്ഥനാ മഞ്ജരിയായി ഈശോയിലേക്ക് സമർപ്പിക്കുന്ന കർത്തവ്യമാണ് ഇന്ന് ലോകത്ത് ഓരോ പുരോഹിതരും ചെയ്യുന്നത്. നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നവൻ ഞാനാണ്, നിന്റെ ദൈവമായ കർത്താവ് എന്ന തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തൻ്റെ അജഗണത്തിന് വേണ്ടി അവരുടെ വേദനകളിൽ ശബ്ദമായി മാറുന്ന ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായ ഒരു പുരോഹിതനെയാണ്. എല്ലാവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി തറേക്കടവിലച്ഛനാണ്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഇന്നത്തെ കാലഘട്ടത്തില് ക്രൈസ്തവ യുവാക്കന്മാര്, പ്രത്യേകിച്ച് യുവതികളെ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യം, പ്രണയക്കെണികൾ പോലെയുള്ള വലിയൊരു വിപത്ത് ക്രൈസ്തവ സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊരു മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏരിയ ഉണ്ടാവാം. അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് വൈദികരും സന്യസ്തരും നമ്മുടെ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാം. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതിനൊരു പോംവഴി അച്ഛന്റെ ഭാഗത്തു നിന്നും എന്താണ് പറയുന്നത്? പ്രണയക്കെണികളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് അനുഭവമാണ് പറയാനായിട്ടുള്ളത്. ഈ മാസത്തിൽ തന്നെ ഞാൻ മധ്യ തിരുവിതാംകൂറിൽ ഒരു ക്ലാസ് നടക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം പുറത്തെവിടെയോ ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് 3 മക്കളാണുള്ളത്. ഇവരുമായിട്ട് വലിയ സൗഹൃദമുള്ള ഒരു അപ്പനാണ്. അതില് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി, അവള് ഈ അടുത്ത കാലത്തായിട്ട് വിശ്വാസ കാര്യങ്ങൾ വലിയ സംശയം പ്രകടിപ്പിക്കുകയാണ്. അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അപ്പോ ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയ ഇദ്ദേഹം ഇവളോട് ചോദിച്ചു, ഇതെന്താണ് പ്രശ്നം? അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ കോളേജില് ഈ കുട്ടിയുടെ കൂട്ടുകാര് അവര് വന്നിട്ട് വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വിശ്വസിക്കുന്നതൊക്കെ തെറ്റാണെന്ന് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അവർ സംസാരിക്കുന്നത്, നിന്റെ ഈ ചുരിദാറിന് എത്ര വിലയാണ്? അതിന് 2000 രൂപ, എൻ്റെ അതിന് 10000 രൂപയാണ്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താൽ മതി എന്ന് ഈ കുട്ടി ഈ കൂട്ടുകാരിയോട് പറയുകയാണ്. അതേ സമയത്ത് തന്നെ ഈ കുട്ടി വരുന്നതോ മതപരമായിട്ടുള്ള യാതൊരു വേഷത്തിനുമല്ല. അവർ വരുന്നത് സാധാരണ വളരെ സെക്കുലർ ആണ് എന്ന് തോന്നിക്കുന്ന വിധത്തിലാണെന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു അനുഭവം പറയുകയാണെങ്കിൽ, ഇത് 2-3 വർഷം മുമ്പ് നടന്നതാണ്. ഞാൻ POC അവിടെ ഞങ്ങൾ ബൈബിൾ ട്രാൻസ്ലേഷനുമായിട്ട് നിൽക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ആദ്യമായിട്ട് 2 അധ്യാപകര്, അതേപോലെ അധ്യാപകരല്ല, അവര് കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് നടക്കുന്ന 2 പേരാണ്. അവരവിടെ കയറി വന്നു. അപ്പോൾ എന്താണ് വന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അവര് എന്തെങ്കിലും പിതാക്കന്മാര് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. നമ്മുടെ കേരളത്തിന്റെ സ്ഥലം ഞാൻ പറയുന്നില്ല, നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയിൽ, അവിടെ ക്രിസ്ത്യാനികളുടെ മജോറിറ്റി ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ പഠിക്കുന്ന ഒരു സ്കൂളിലെ +1 വിദ്യാർത്ഥികളെ കൗൺസിലിംഗ് നടത്തിയപ്പോൾ അതിനകത്ത് 14 കുട്ടികൾ ഈ പ്രണയക്കെണിയിൽ പെട്ട് കിടക്കുന്നവരായിരുന്നു. ഇതൊന്നും പുറത്തുള്ള ആർക്കും അറിയാവുന്ന, ഇവര് കൗൺസിലിംഗ് നടത്തിയപ്പോൾ മാത്രം പുറത്തു വന്ന കേസുകളാണ്. ഇത് വളരെ കഠിനമാണ്. ഇതിനുവേണ്ടി പിതാക്കന്മാർ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ വന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ ഈ വിഷയത്തിൽ നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. ഇതിന് മാതാപിതാക്കൾ വളരെ നിർബന്ധമായിട്ടും ഒന്ന് ക്രൈസ്തവ വിശ്വാസം ഉള്ളവരായിരിക്കണം, അത് ജീവിക്കുന്നവരായിരിക്കണം. മക്കളിലേക്ക് വിശ്വാസം മാത്രമല്ല, അതിൻ്റെ കെണികളെ കുറിച്ചും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അവർക്ക് സന്നദ്ധമായിരിക്കണം. ഏതപ്പനാണുള്ളത്?
പറമ്പിലോ പോകുന്ന വഴിയിലോ ഒരു അപകടമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് മനസ്സ് വയ്ക്കാത്ത ഒരു പിതാവിനെ എങ്ങനെയാണ് അപ്പ എന്ന് വിളിക്കുക? അപ്പൊ കെണികൾ പറഞ്ഞു കൊടുക്കണം. ഈ കെണി വിശ്വാസപരമായിട്ടും കെണിയാണ്, ദൈവരാജ്യത്തിൽ അവർക്ക് എത്താൻ സാധ്യമല്ല. 2, ഈ ലോകത്തിലും കെണിയാണ്. കാരണം ഇവരൊന്നും സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അവിടെ എത്തിപ്പെടാനൊന്നും പോകുന്നില്ല എന്ന് ക്രിസ്തുവിന്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ ജൂൺ മാസത്തിൽ 1-ാം തീയതി ഒരു കൊച്ചിനെ അറസ്റ്റ് ചെയ്ത കാര്യം നമുക്കറിയാം. ചങ്ങനാശ്ശേരിക്കാരിയായിട്ടുള്ള ഒരു കൊച്ച്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇതെല്ലാം പേപ്പറിൽ വന്നതാണ്. ആ കൊച്ചിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. കൂടെ ആളുകൾ ഉണ്ടായിരുന്നു, വേറെ ആളുകളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അവസാനം വിശ്വാസ്യമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് കേൾക്കുന്നത് ആ കൂടെ ഉണ്ടായിരുന്നയാള് ഇവളെ ചതിച്ചതാണെന്നും അതേ സമയത്ത് പോലീസിലെത്തിയപ്പോൾ തനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് കൈ ഒഴിഞ്ഞുവെന്നുമാണ്. ഈ പെടുന്ന കുട്ടികൾ വിചാരിച്ചു കൊള്ളണം, ഭാവിയിൽ ഒരു കാര്യത്തിനും അവർക്കൊരു പോലീസ് വെരിഫിക്കേഷൻ കിട്ടുകയെന്നും കൂടെ ഓർത്തുകൊള്ളണം എന്ന കാര്യം ഞാൻ അനുസ്മരിപ്പിക്കണം. മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് മാണി പുതിയടച്ചൻ പറഞ്ഞതുപോലെ, അദ്ദേഹം ഈയിടെ ഒരു സ്ഥലത്തേക്ക് ഇത് പറയുകയായിരുന്നു, വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ഏറ്റവും അധികം കാണുന്നതും ആസ്വദിക്കുന്ന സിനിമയാണ്. ഈ സിനിമയിൽ ഈ അടച്ചിട്ട ഹോളിൽ ഒരു സ്ക്രീനിൽ മാത്രം കോൺസെൻട്രേഷൻ മുഴുവനും കേന്ദ്രീകരിച്ചിട്ട് അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാം ക്രിസ്തു നിഷേധവും സഭാ നിഷേധവും നമ്മുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നതായിട്ട് മാറുമ്പോൾ കുട്ടികൾ സാവധാനം വിശ്വാസത്തോട് ഒരു അവജ്ഞ തോന്നാൻ സാധ്യതയുള്ള വിധത്തിലാണ് ഇതൊക്കെ ക്രമീകരിക്കുന്നത് എന്നുള്ളത് മാതാപിതാക്കൾ അറിയേണ്ടതും അത് കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുമാണ്. ദൈവത്തിന് മുമ്പിലുള്ള ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹം മാത്രമല്ല, മുഴുവൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് ഇത് ആവശ്യമാണെന്നുള്ള അവബോധം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അച്ഛാ, ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഓൾ ഐസ് ഓൺ റാഫ. പ്രത്യേകിച്ച് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ അതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണോ? ഇസ്രായേലിന്റെ ഉന്മൂലനമാണ് ഹമാസിന്റെ ലക്ഷ്യം എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇസ്രായേൽ ഉന്മൂലനം 1-ാമത്തെ ലക്ഷ്യമാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, ഇസ്രായേലിന് ഒരു രാജ്യം വേണം. അവർ ഒരു രാജ്യമാണ് ക്ലെയിം ചെയ്യുന്നത്. അവർക്ക് ദാവീദിന്റെ കാലം മുതൽ, അതിന് ബൈബിളല്ല, പുറത്ത് വേറെ തെളിവുകളുണ്ട്, ദാവീദിന്റെ കാലം മുതലുള്ള അവരുടെ അവകാശമായിരുന്ന രാജ്യത്ത് നിന്ന് അവര് പുറന്തള്ളപ്പെട്ടു. അവര് തിരിച്ചു വന്ന് അതൊക്കെ പണം കൊടുത്തൊക്കെ മേടിച്ചൊക്കെ എടുത്തതാണ്. ആ രാജ്യം ഇല്ലാതെയാകണം, ഞങ്ങൾക്ക് മുഴുവൻ വേണം. ഇതാണല്ലോ 1947 UN റെസൊല്യൂഷൻ വെച്ചപ്പോൾ ഈ പാലസ്തീനിയൻ വാദിച്ചിരുന്ന ആളുകൾ ഇസ്രായേലിനെ അംഗീകരിക്കാത്തുള്ള കാരണം. അന്ന് അവർക്കത് മുഴുവൻ വേണമെന്നുള്ളതായിരുന്നു. പിന്നീട് ഇസ്രായേൽ ശക്തി പ്രാപിച്ചു. അതിനുശേഷമാണ് യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഹമാസ് എങ്ങനെയാണ് ഉണ്ടായത്? അതോടുകൂടി ഒരു കാര്യം കൂടി, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം, ഇത് ഷക്കീന തന്നെ സംപ്രേഷണം ചെയ്തിരുന്നതാണ്, യുദ്ധം തുടങ്ങിയതിന് ശേഷം അൽ അക്സ മോസ്കില് അവിടെ കൂടിയ പ്രാർത്ഥനയ്ക്ക് കൂടിയ ആളുകൾ ഞങ്ങളുടെ ലക്ഷ്യം റോമ കീഴടക്കുകയാണ്, ക്രിസ്ത്യാനിറ്റികളാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായെന്നും കൂടി ഓർക്കണം. അപ്പോൾ ഇത് ഇസ്രായേലിനെതിരെ മാത്രമുള്ള ഒരു യുദ്ധമല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ് ഹമാസ് ജനിക്കുന്നത്? വാസ്തവത്തിൽ ഈ വഹാബിസത്തിൽ നിന്ന് കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ, വഹാബിസത്തിൽ നിന്ന് 20-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജന്മമെടുത്ത ഇസ്ലാമിക് ബ്രദർഹുഡ്, മുസ്ലിം സാഹോദര്യം എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ഒരു ഭാഗത്ത് നിന്നാണ്, അതിൻ്റെ ഒരു വിങ്ങിൽ നിന്നാണ് 1987 പലസ്തീനിയൻ കലാപത്തോട് ചേർന്ന് 1988 ഹമാസ് ജന്മമെടുക്കുന്നത്. അവരുടെ ഈ ട്രെൻഡ് മൂടി വെക്കാനായിട്ട് പലവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. എന്നതിന് ശേഷം നമുക്കറിയാം ഒക്ടോബർ 7 ഇവര് സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെ പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അത് നമ്മുടെ നാട്ടിലെ ആളുകൾ തന്ത്രപൂർവ്വം അതങ്ങ് മറന്നു. അത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ബോംബുണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കുന്ന അവസരത്തിൽ മരിച്ചു പോകുന്നവരെ രക്തസാക്ഷികളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇങ്ങനെ വലിയ നല്ല ആളുകളായിട്ട് ചിത്രീകരിക്കുന്നതിലും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിലും നമുക്ക് അതിശയപ്പെടാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ സർവ്വതിന്മയും ചെയ്യുക, അതിനുശേഷം ഇരവാദം മുഴക്കുക എന്നുള്ളത് ഇവിടെയാണെങ്കിലും പലസ്തീനായാലാണെങ്കിലും എല്ലാം സെയിമാണ്.
യുദ്ധം തുടങ്ങിയത് ഇസ്രായേൽ അല്ലല്ലോ. മാത്രമല്ല അവർ നിൽക്കുന്നത് അവരുടെ മണ്ണിലുമാണ്. അതും എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവരനുഭവിച്ചു കൊണ്ടിരുന്നതും അവർക്ക് നഷ്ടമായതും പിന്നീട് വില കൊടുത്ത് മേടിച്ചതുമായിട്ടുള്ളൊരു മണ്ണിൽ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യുന്നത് എന്താണ്, പകൽ ഇരുട്ടായിട്ടും ഇരുട്ട് പകലായിട്ടും ഒക്കെ കാണുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നന്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കാം, സത്യം മനസ്സിലാക്കാൻ പരിശ്രമിക്കാം എന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാനായിട്ടുള്ളൂ. ക്രൈസ്തവ വിശ്വാസത്തെ ഊന്നി പറയുന്ന ചില നിലപാടുകൾ എങ്ങനെയാണ് ആ ഉറച്ച നിലപാടുകളെ അച്ഛൻ നോക്കിക്കാണുന്നത്? ഇനി അങ്ങോട്ടും അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ വ്യക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ നിലപാടുകൾ ദൈവവചനത്തിലും സഭയുടെ അടിസ്ഥാന വിശ്വാസ പാരമ്പര്യമായ വിശ്വാസ പ്രമാണത്തിലും ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലും അടിയുറച്ചതാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം അധ്യായം വായിക്കുമ്പോൾ ആദ്യ പാപത്തിന് ശേഷം ദൈവം അവരെ ശിക്ഷിക്കുമ്പോൾ ആദ്യം ശിക്ഷിക്കുന്ന സർപ്പത്തെയാണ്. സർപ്പത്തോട് പറയുന്നത് ഇങ്ങനെയാണ് 15-ാം വാക്യത്തില്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും എന്നൊരു വാഗ്ദാനം ആയിട്ട് പറയുന്നുണ്ട്. അത് ഒരു ശിക്ഷയുമാണ്, അതേ സമയത്ത് വാഗ്ദാനവുമാണ്. ഈ വാഗ്ദാനമാണ് ആദ്യ സുവിശേഷം എന്ന് പിതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ എപ്പോഴും ഈ തിന്മയും നന്മയും തമ്മിലുള്ള ഒരു പോരാട്ടം, അല്ലെങ്കിൽ ചില കാലങ്ങളിൽ അതൊരു കടുത്ത പോരാട്ടമായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത് ഈ കാലഘട്ടത്തിൽ അല്പം അധികമായിട്ട് കാണാം. ഇനി ആരാണ് ഈ സർപ്പത്തിന്റെ സന്തതി? ആരാണ് ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കേണ്ട? ഹവ്വായുടെ സന്തതി, വാഗ്ദാനം ചെയ്യപ്പെട്ട സന്തതി എന്ന് പറയുന്നത് നമ്മൾ ദൈവപ്രമാണങ്ങളെ അനലൈസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. നമുക്കറിയാം ഏദൻ എന്ന് പറയുന്നത്, ഏദന്റെ വിവരണം നമുക്ക് ഉൽപ്പത്തിയുടെ 3-ാം അധ്യായത്തിൽ കാണാം. ഈ ഏദൻ എന്ന് പറയുന്നത് ഈ ഉൽപ്പത്തിയുടെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വാസ്തവത്തിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള വിവരണങ്ങളാണ്. എന്നും സത്യമായിരിക്കും ദൈവശാസ്ത്ര സത്യങ്ങളുടെ വിവരണമാണ്. നമുക്കറിയാം ആ ഏദൻ തോട്ടത്തിന്റെ അതിരുകൾ നമ്മൾ നോക്കിയാൽ തന്നെ അത് യൂഫ്രട്ടീസും ടൈഗ്രീസും ഗീഹോനും പീഷോനും ഒക്കെയാണ്. അത് വാഗ്ദത്ത ദേശത്തിന്റെ അതിർത്തികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ മധ്യേ ഉണ്ടായിരുന്ന ദേവാലയവും അതിന്റെ മധ്യത്തിലുണ്ടായിരുന്ന ദൈവപ്രമാണങ്ങളെയും കുറിച്ചാണ് ഏദനിലെ വിവരണം സംസാരിക്കുന്നത്. ആ വിവരണത്തിൽ ദൈവപ്രമാണത്തെ എതിര് നിൽക്കുന്നതാരോ, അതിന് എതിരായിട്ട് സംസാരിക്കുന്നത് ആരാണ്, അത് കേൾക്കേണ്ട എന്ന് പറയുന്നത് ആരാണെന്ന് നോക്കിയാൽ സർപ്പത്തിന്റെ സന്തതി ആരാണെന്ന് മനസ്സിലാകും. ദൈവപ്രമാണം കൃത്യമായിട്ട് ലംഘിക്കുന്നത് ആര് എന്ന് നോക്കിയാൽ സർപ്പത്തിന്റെ സന്തതി ആരാണ് എന്ന് വ്യക്തമാകും. ഇവിടെയാണ് ഈ തിന്മയുടെയും നന്മയുടെയും തമ്മിലൊരു പോരാട്ടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഈശോയുടെ മനുഷ്യാവതാരത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈശോ തന്റെ കുരിശുമരണത്തെ കുറിച്ച് പ്രവചനം നടത്തുമ്പോൾ മനുഷ്യപുത്രൻ പീഡ സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാനായിട്ട് പത്രോസ് ശ്രമിക്കുമ്പോൾ പത്രോസിനെ ഈശോ സാത്താനെ എന്നാണ് വിളിക്കുന്നത്. ഈശോയുടെ മനോഭാവത്തിൽ അധിഷ്ഠിതമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. കുരിശില്ല എന്നും കർത്താവ് കുരിശിൽ മരിച്ചിട്ടില്ല എന്നും പീഡ സഹിച്ചിട്ടില്ല എന്നും ജന്മഭാവമില്ലാത്തതുകൊണ്ട് അതിലൊന്നും ആവശ്യമില്ല എന്നും പഠിപ്പിക്കുന്ന ആളുകൾ വ്യത്യസ്തമാണ്. ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ ചേർന്ന നിരത്തിലല്ല ചിന്തിക്കുന്നതെന്നും അതിന് വിരുദ്ധമായിട്ടാണ് ചിന്തിക്കുന്നതെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ നിലപാടുകൾ എടുത്തിരിക്കുന്നത്. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പോവുകയാണെങ്കിൽ 8:44 ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളോട് എതിര് നിൽക്കുന്ന യഹൂദരോട് ഈശോ പറയുന്നത് പിശാചാണ് നിങ്ങളുടെ പിതാവെന്നാണ്. ചില ആളുകള് ഈ സാത്താന്റെ ഒരു സൗഹൃദം ആഗ്രഹിക്കുകയും അവരോട് ചേർന്ന് നിൽക്കാനും പരിശ്രമിക്കുകയായിട്ട് ചില സമയങ്ങളിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ദൈവപ്രമാണങ്ങൾ ചേർന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ ഒരു വീക്ഷണം. അച്ഛാ, കത്തോലിക്ക സഭയുടെ അടിത്തറ എന്ന് പറയുന്നത് ദൈവവിളികളാണല്ലോ. വൈദിക പരിശീലന രംഗത്ത് പുത്തൻ ഉണർവുകൾ, കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സമയം ഏകദേശം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ പുതിയ യുഗത്തിൽ. അപ്പോൾ ഒരു ബൈബിൾ പണ്ഡിതൻ എന്ന നിലയിൽ വൈദിക വിദ്യാർത്ഥികളുടെ പഠന മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്?
ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയിലൂടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഇന്നത്തെ ട്രെയിനിങ് എന്തായിരിക്കണം അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസിൻ്റെയും അല്ലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഈ ചരിത്രത്തെ, കാലഘട്ടങ്ങളെ മൂന്നായിട്ട് സാധാരണ തിരിക്കാറുണ്ട്. ഒന്ന് പ്രീ മോഡേണിസം എന്ന് പറയും. ആ കാലഘട്ടത്തിൽ ആളുകൾ വിശുദ്ധ ബൈബിളും അതുപോലുള്ള മറ്റ് മതഗ്രന്ഥങ്ങളും ഒക്കെ അതിവിശിഷ്ടമായിട്ട് കണക്കാക്കുകയും അത് മാത്രമാണ് സത്യം എന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ടെക്നോളജി വന്നതോടുകൂടി മോഡേണിസം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുകയാണ്. ഈ പ്രതിഭാസം ഉണ്ടായപ്പോൾ സയൻസാണ് പ്രധാനപ്പെട്ടത്. ദൈവവിശ്വാസം കൊണ്ട് വലിയ പ്രത്യേക കാര്യമൊന്നും ഇല്ല എന്നൊരു ചിന്ത ഒത്തിരി മനുഷ്യരുടെ ഇടയിൽ കടന്നു വരാനായിട്ട് ഇടവന്നു. സയൻസ് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സത്യാനന്തര യുഗം എന്ന് പറയുന്ന പോസ്റ്റ് മോഡേണിസം കാലഘട്ടത്തിലാണ്. ഇവിടെ വ്യക്തിമാഹാത്മ്യത്തിനാണ് പ്രാധാന്യം. അതായത് എനിക്ക് സത്യം എന്താണെന്ന് ഞാൻ തീരുമാനിക്കും, മറ്റാരും പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കില്ല, ഞാനാണത് തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ്. വരുന്ന സ്റ്റുഡൻസ് അവരാണ് തീരുമാനിക്കുന്നത് എന്താണ് എടുക്കേണ്ടതെന്നുള്ള ഒരു കാര്യം. ഇനി ഇവർ പോയി പ്രസംഗിക്കുമ്പോൾ ചരിത്ര സത്യമാണ് ക്രിസ്തു എങ്കിലും, ചരിത്ര സത്യമാണ് എല്ലാ തെളിവുകളും ഉണ്ടെങ്കിലും സയൻസിനെ പോലും അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ആ സമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള വിധത്തിൽ ക്രിസ്തുവിനെ വചനത്തെയും പ്രഘോഷിക്കാനായിട്ട് ഇവർക്ക് കഴിയണം. അതിന് അടിസ്ഥാനപരമായി ക്രിസ്തുവിനെ അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയും ക്രിസ്തുവുമായിട്ട് ഒന്നുചേരുകയും ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് അവര് കടന്നു ചെല്ലുകയും വേണം. അത്രയും നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനിങ് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുഞ്ഞുങ്ങള്, യുവജനങ്ങള് വിശ്വാസം വലിയ പ്രധാനമല്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ വിശ്വാസം പ്രധാനമാണ് എന്ന് അവർക്ക് തോന്നത്തക്ക വിധത്തിൽ എല്ലാ കാലത്തേക്കും ഈ ലോക പ്രപഞ്ച നിയന്താവായിട്ടുള്ള ക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ട്രെയിനിങ് ആണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. ആ കാര്യത്തിൽ വളരെയേറെ കാര്യങ്ങൾ ഇനി ചെയ്യാനായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പരിശ്രമിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ ഒത്തിരിയേറെ മുമ്പോട്ട് പോകേണ്ട ഒരു മേഖലയാണിത്. അച്ഛാ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രധാനമായും രാഷ്ട്രീയ മേഖല നമ്മൾ ക്രൈസ്തവർ ഏറെ ഉറ്റുനോക്കുന്ന ഒരു രംഗമാണ്. നമ്മളൊരു ന്യൂനപക്ഷ സമുദായമാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രീണന നയത്തോട് അച്ഛൻ്റെ അനുഭാവം എന്താണ്? ഇവിടെ നമ്മൾ രണ്ട് പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഒന്നാമത് ജനാധിപത്യത്തിൽ വോട്ടാണ് പ്രധാനപ്പെട്ടത്. എത്ര വോട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാര് വോട്ടിൻ്റെ എണ്ണം നോക്കിയിരിക്കും. അത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. വോട്ട് കൂടുതലുണ്ടോ അവര് അതിനോട് സഹകരിക്കും. രണ്ടാമത്തത് രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് പഴയകാലം പോലെയല്ല. ഇന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന് അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു ധാർമ്മികത നഷ്ടമായിട്ടുണ്ട് പൊതുവെ. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഭാവി, നന്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്വന്തമായ താല്പര്യങ്ങളോടാണ് ആഭിമുഖ്യം പല ആളുകൾക്കും. അതുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ കാണാൻ കഴിയുന്നത് ചില പക്ഷപാതപരമായിട്ടുള്ള സമീപനങ്ങളും പ്രീണനങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഞാൻ നമ്മുടെ സമൂഹത്തോട് തന്നെ തിരിഞ്ഞു നോക്കാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്ക് അറിയാവുന്നത് പോലെ, ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങൾ നിത്യസത്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കഥകളുടെ രൂപത്തിൽ പറഞ്ഞു വരുന്നതാണ്. അതിൻ്റെ 1-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ 3 പ്രധാന കാര്യങ്ങൾ അവിടെ കണ്ടെത്താനായിട്ട് കഴിയും. ഒന്ന്, മനുഷ്യൻ ദൈവഛായയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്, മനുഷ്യന് മനസാക്ഷിയുണ്ട്. ഈ മനസാക്ഷി അനുസരിച്ച് തന്നെ ഈ പ്രമാണങ്ങളൊക്കെ, ദൈവപ്രമാണമൊക്കെ ആക്കാനായിട്ട് മനുഷ്യന് കഴിവുമുണ്ട്. അത് നമുക്ക് ലോകത്തുള്ള എല്ലാ ജനതകളെയും കാണാനായിട്ട് കഴിയും. രണ്ടാമത്തത്, മനുഷ്യൻ ദൈവഛായ ആയതുകൊണ്ട് തന്നെ
മനുഷ്യൻ സാബത്ത് ആചരിക്കണം. അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത പ്രമാണമാണ് എന്നതിനോടൊപ്പം വിശ്രമം, അതോടൊപ്പം തന്നെ ഞാൻ ദൈവച്ഛായയാണ്, ദൈവത്തിൻ്റെ ആ സ്രഷ്ടാവാണെന്നുള്ള ആ സ്ഥാനം ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് സാബത്ത് ആചരിക്കുന്നത്. ഇനി 1-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത് 28-ാം വാക്യമാണ്. അവിടെ പറയുന്നത് വളർന്ന് പെരുകി ഭൂമിയിൽ നിറയുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ കുറേ അധികം വർഷങ്ങളായിട്ട് ഈ വളർന്നു പെരുകി ഭൂമിയിൽ നിറയുക എന്നുള്ള ദൈവവചനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ പ്രമാണം നമ്മൾ ലംഘിച്ചു. അതിൻ്റെ ഫലമായി നമ്മൾക്ക് ആധിപത്യം, വളർന്നു പെരുങ്ങി ഭൂമിയിൽ നിറയുക, നിങ്ങൾക്ക് എന്തിലും ആധിപത്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വചനം നേരെ തിരിച്ച് മാതാപിതാക്കളുടെ പാപം മക്കളുടെ ശിരസിൽ പതിക്കും എന്ന് പറയുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത പാപം നമ്മുടെ മക്കളുടെ തലയിലേക്ക് വന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമുക്കറിയാമല്ലോ, ഈ മനുഷ്യര് ഇവിടെയും യൂറോപ്പിലും എല്ലാ സംസ്കാരത്തിലും മക്കളെയെല്ലാം കുറച്ചുകൊണ്ട് വന്നിട്ട് ആഘോഷമായിട്ട് ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തു. ഇന്ന് നിന്ന നിപ്പിൽ ഈ ടെക്നോളജിയൊക്കെ കൈവിട്ടു പോകുന്ന, അത് മറ്റാളുകൾ സ്വന്തമാക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസാന്തരം, കുടുംബങ്ങളിൽ അടിസ്ഥാനപരമായ ദൈവവചനത്തിലേക്ക് മാനസാന്തരമില്ലാതെ നമുക്ക് ഈ രാഷ്ട്രീയത്തെ വിശുദ്ധീകരിക്കുക സാധ്യമല്ല എന്നുള്ളത് നമുക്കുണ്ടാകേണ്ട അവബോധമാണ്.